In Dover town centre, the world witnessed something powerful, something raw, something that can no longer be brushed aside. Thousands of British patriots turned out to march through the streets, their voices unified, their message clear. The people have had enough. Enough of being ignored. Enough of being betrayed. Enough of watching their once proud nation slip away. ഹലോ ഫ്രണ്ട്സ്, യുകെയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അസൈലം സീക്കേഴ്സ് അല്ലെങ്കിൽ ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ കാര്യത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ചാനൽ കടന്നുകൊണ്ട് യുകെയിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് UK ഗവൺമെന്റിന്റെ കയ്യിൽ യാതൊരു പരിപാടികളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഈ മാസത്തിൻ്റെ ആദ്യത്തെ ഒരു ആഴ്ചയിൽ തന്നെ 12 ബോട്ടുകളിലായിട്ട് ഏകദേശം 705 അഭയാർത്ഥികളാണ് യുകെയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു ചാനൽ ക്രോസിംഗ് ഡാറ്റയൊക്കെ നോക്കി തുടങ്ങിയ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ 4 മാസങ്ങളിലായിട്ട് ഏകദേശം 10,000-ൽ കൂടുതൽ ആൾക്കാരാണ് ഈ വർഷം എത്തിയിരിക്കുന്നത്. എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വർധനവ് ഇപ്പോഴ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ സൺഡേയിൽ മാത്രം ഇവിടെ 247 ആൾക്കാർ ഈ രീതിയിൽ എത്തിച്ചേർന്നു. അതിൻ്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസം തിങ്കളാഴ്ച ദിവസം 200 ആൾക്കാരെത്തിയിരിക്കുന്നു. അതായത് ഈ ഒരു 4 മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസമായപ്പോഴേക്കും 2025 ഇപ്പോഴ് 10,000-ൽ കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു അസൈലം സീക്കേഴ്സിൻ്റെ രൂപത്തിൽ യുകെയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, യുകെയിൽ എല്ലായിടത്തും ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴ് ആൾക്കാർ വെളിയിലിറങ്ങിയിരിക്കുന്നു. ഇപ്പോഴ് കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോവർ ടൗണിൽ ആബാലവൃദ്ധ ജനങ്ങൾ, നമ്മൾ മലയാളത്തിലൊക്കെ പറയത്തില്ലേ, കുഞ്ഞു പിഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് അവരുടെ രാജ്യത്തെ സേവ് ചെയ്യാനായിട്ട് സേവ് അവർ ബോർഡേഴ്സ്, പ്രൊട്ടക്റ്റ് അവർ ചിൽഡ്രൻ, സേവ് ബ്രിട്ടൻ എന്ന മുദ്രാവാക്യവും വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഇതേപോലെയുള്ള പ്രൊട്ടസ്റ്റുകളാണ് ഇപ്പോഴ് റാലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് യുകെയിലേക്ക് വരുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ട് അവർ പൊറുതിമുട്ടിരിക്കുന്നു. അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ UK മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡോവർ പട്ടണത്തിൽ ഇപ്പോഴ് ആയിരക്കണക്കിന് ആളുകളുടെ ഈ ഒരു മാർച്ച് ഇപ്പോഴ് നടന്നത്. ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്ന ഒരു പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ ഉൾപ്പെടെ പേടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ ലീഗലായിട്ട് വന്നിരിക്കുന്ന, വർക്ക് പെർമിറ്റിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പോൾ തന്നെ ഒരു വാടകയ്ക്ക് ഒരു വീട് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. It's been revealed that Labour plans to house asylum seekers in rental accommodation via a company called Serco. They're going to offer landlords 5 years guaranteed full rent deals to house asylum seekers at the taxpayer's expense. And I suspect there'll also be a refurbishment deal on top of that as well. ഇപ്പം ഗവൺമെൻറ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസൈലം സീക്കേഴ്സിൻ്റെ രൂപത്തിൽ വരുന്ന ആൾക്കാർക്ക് എല്ലാ പിന്തുണയും നൽകുക നമ്മൾ മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇല്ലീഗലായിട്ട് യുകെയിലേക്ക് വരുന്ന ആൾക്കാരെ കഴിഞ്ഞ വർഷം പോയ നമ്മുടെ ഗവൺമെൻറ് ആയിരുന്നു, കൺസർവേറ്റീവ് ഗവൺമെൻറ്, അവർ റുവാണ്ടയിലേക്ക് വരെ മാറ്റാനായിട്ടൊരു പ്ലാൻ എടുത്തിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു ലേബർ സർക്കാർ അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിനെ അവർ സ്ക്രാപ്പ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇല്ലീഗലായിട്ട് വരുന്ന ഈ ഒരു അസൈലം സീക്കേഴ്സിനെ പാർപ്പിക്കാനായിട്ട് യുകെയിലെ വാടക വീടുകൾ ഗവൺമെൻറ് അന്വേഷിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോഴ് പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോഴ് കറൻ്റ്ലി ഇവിടെ താമസിക്കുന്ന ലീഗലായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് താമസിക്കാൻ സ്ഥലമില്ലാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും യുകെയിലുള്ളത്. ആ ഒരു സമയത്താണ് സെർക്കോ എന്ന് പറയപ്പെടുന്ന ഒരു കമ്പനിയെ ഏകദേശം 7,000 വീടുകൾ കണ്ടുപിടിച്ചുകൊണ്ട് 30,000 ആൾക്കാരെ താമസിപ്പിക്കാനായിട്ട് അവരെ ഇപ്പോഴേ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആ ഒരു കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു 30,000 പേരെ ഇപ്പോഴേ താമസിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കമ്പനി കൊടുത്തിരിക്കുന്ന ഓഫറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു വീടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫുൾ വാടക തരും, അതിൻ്റെ മെയിൻ്റനൻസും മൊത്തം അവർ ചെയ്തു തരും, കൗൺസിൽ ടാക്സ് അടയ്ക്കും. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. നിങ്ങൾക്ക് വീടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ 800 രൂപയ്ക്കാണ് 900 പൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവർ 50 പൗണ്ട് കൂടുതൽ തരുമായിരിക്കും. പക്ഷെങ്കിൽ നിങ്ങളിവിടെ വന്ന് ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാതെ ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന അസൈലം സീക്കേഴ്സിനെ ഞങ്ങൾ പാർപ്പിക്കട്ടെ. അതായത് ഇങ്ങനെയുള്ള അസൈലം സീക്കേഴ്സിനെ ഇപ്പോൾ താമസിപ്പിക്കുന്ന പറഞ്ഞാൽ ഹോട്ടലുകളിലാണ്. കഴിഞ്ഞ 2024 അവസാനത്തെ കണക്കുകൾ വന്നു കഴിഞ്ഞപ്പോൾ 38,109 ആൾക്കാരാണ് ഈ ഒരു 5 സ്റ്റാർ ഹോട്ടലുകളിൽ
ഇതേപോലേക്ക് വന്ന അസൈലം സീക്കേഴ്സ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 സെപ്റ്റംബറിൽ ഏകദേശം ഇതൊരു 56,000 ചില്ലുവാനമായിരുന്നു. ഇതുപോലൊക്കെ ഇല്ലീഗലായിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ UK വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവിടെ ബ്രിട്ടീഷുകാരായ ആൾക്കാർക്ക് ഇവിടെ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതേപോലെയുള്ള പ്രൊട്ടസ്റ്റുമായിട്ട് ഇവിടെ ആൾക്കാർ റോഡുകളിൽ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഈ വരുന്ന അസൈലം സീക്കേഴ്സിന് വലിയ സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആർക്കെങ്കിലും വീടൊക്കെ ഉണ്ട്, അതിപ്പോൾ ഒഴിഞ്ഞൊക്കെ കിടക്കുകയാണ്, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് നമ്മൾ വാടകക്കാരൊന്നും സ്ഥിരമായിട്ട് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീടുകളൊക്കെ ചിലപ്പോൾ പിടിച്ചെടുത്ത് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യതകൾ കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വീടുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഒരു കമ്പനി ഇപ്പം നിങ്ങളെ സമീപിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓഫറുകളൊക്കെ ആയിരുന്നു ഈ തരുന്നത്. കാരണം അതിൻ്റെ മെയിനൻസ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങളോളം ചിലപ്പോൾ ഇവരുടെ കയ്യിലായിരിക്കും നമ്മളുടെ വീടുകൾ. പിന്നെ അത് എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് അറിയാനായിട്ടും സാധിക്കത്തുള്ളൂ. യുകയിലെ ഹോട്ടലുകളൊക്കെ താമസിക്കുന്ന ഒരു റൂമിന് ഏകദേശം ഒരു 145 പൗണ്ടാണ് ഒരു ദിവസം വാടകയെങ്കിൽ ഇപ്പോൾ വീടുകൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ കേവലം 14 പൗണ്ട് മാത്രമാണ് ഗവൺമെന്റിന് ചിലവാകുന്നത്. ഈ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ ബില്യൺ കണക്കിന് പൗണ്ടാണ് UK ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇപ്പോഴേ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മുൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പുതിയൊരു പരിപാടി റുവാണ്ടൻ പ്ലാൻ ഉണ്ടാക്കിയതും അവിടേക്ക് ഈ ആൾക്കാരെ കടത്താനും അവരെ തീരുമാനിച്ചത്. പക്ഷെങ്കിൽ അതെല്ലാം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ലേബർ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗവൺമെന്റ് ആണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ആൾക്കാരെ സ്വാഗതം ചെയ്യും, നിങ്ങളിഞ്ഞ് കയറിപ്പോന്നേരെ. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ദിവസവും 200, 250, 300 പേരെ ഇതേപോലെയുള്ള ചെറിയ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നുകൊണ്ട് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് UK വന്നുകൊണ്ടിരിക്കുന്ന UK താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ഇതിൽ വലിയ രീതിയിൽ ഇപ്പോഴ് അസംതൃപ്തി ഉണ്ടായിരിക്കുന്നത്. ഇവിടുത്തെ കൗൺസിൽ ഇലക്ഷനുകൾ നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികളായ റിഫോം പാർട്ടി, നൈജൽ ഫറാജിയുടെ പാർട്ടി 500-ൽ പരം സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നുള്ളൊരു വാർത്തകളാണ് ഇപ്പോഴും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ UK ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാർ ഈ ഒരു ഗവൺമെന്റിന് വോട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ വീടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കമ്പനി ഇപ്പോഴും ഇങ്ങനൊരു ആവശ്യമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ വീടുകളൊക്കെ സുരക്ഷിതമായിട്ട് നമ്മൾ തന്നെ സൂക്ഷിക്കുക. കാരണം നാളെ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആർക്കും യാതൊരു രൂപവുമില്ല. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരൊക്കെ എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.